ഹായ് ഹലോ, നമ്മളിന്നൊരു അടിപൊളി യാത്ര പോകണം. വേറെ എങ്ങനെ നമ്മുടെ ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ. അരുവിക്കുഴി വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വേനൽ സമയം ആയതുകൊണ്ട് തന്നെ അവിടെ വെള്ളം ഉണ്ടാവുമോ വെള്ളച്ചാട്ടം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. എന്താണേലും ഞങ്ങൾ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി കുട്ടീസിനെല്ലാം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് അടിച്ച് പൊളിച്ച് പോകണം. അപ്പം നേരെ നമ്മുടെ പാതുവ കഴിഞ്ഞു മറ്റക്കര, അത് കഴിഞ്ഞ് ഇനി ഞാൻ നിങ്ങളൊരു അടിപൊളി പ്ലേസ് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ തുരുത്തിപ്പള്ളിക്കാവ് ദേവീ ക്ഷേത്രമാണ്. നമ്മൾ പോകുന്ന റൂട്ടാണ് അത് വരുന്നത്. ഇത് ഇതുപോലാണ്, മറ്റക്കരയാണ് കേട്ടോ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ടം അപ്പുറവും ഇപ്പുറവും വയലാണ്. അതിന് നടുക്കൂടെയുള്ള റോഡിലൂടെയാണ് കേട്ടോ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഭയങ്കര ഭംഗിയാണ്. നമുക്ക് അവിടേക്ക് ഇറങ്ങി നിന്ന് ഒരുപാട് നേരം വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന അവിടെയൊക്കെ ഇരിക്കാനുള്ള ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത്ര ഭംഗിയാണ്, നല്ല അടിപൊളിയാണ്. അപ്പം ഈ റൂട്ട് പോകുന്നവർ ഇവിടെയും കൂടെ ഒന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് പോകും. അത്ര സൂപ്പറാണ് അവിടെ. ഈ റോഡ് നേരെ ചെല്ലുന്ന ആ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ്, ഇത്ര അടുത്താണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു അരുവിക്കുഴി വാട്ടർഫാൾസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു വാട്ടർഫാൾസിൻ്റെ ആ ഒരു ഇതും. അപ്പം നമ്മളിത് ഏകദേശം അവിടെ എത്തിയിട്ടോ. ഇത് ഏകദേശം അതിൻ്റെ ഒരു കൈവഴിയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, ഒരു 150 മീറ്റർ കൂടെ അവിടെ നിന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല പോകുന്ന സ്ഥലം മുഴുവൻ നമുക്കിങ്ങനെ ആസ്വദിച്ച് പോകാനായിട്ടുള്ള അത്ര നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഫുള്ള്. കോട്ടയം ജില്ല മൊത്തം എനിക്ക് അങ്ങനെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാലും നമ്മളങ്ങനെ നമ്മുടെ ആ ഒരു പ്ലേസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ്, ഇതിൻ്റെ താഴെയാണ് നമ്മളിവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിനകത്തൂടെയാണ് കേട്ടോ താഴേക്ക് ഇറങ്ങുകയാണ്. സ്റ്റെപ്പ് കുറേ ഉണ്ട്. അപ്പോൾ ആ സ്റ്റെയർ ഇറങ്ങിയിട്ടാണ് നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പം നമുക്ക് നേരെ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ടിക്കറ്റ് എടുക്കാനായിട്ട് അപ്പോൾ ടിക്കറ്റിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കൃത്യമായിട്ട് തന്നെ. അതുപോലെ വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിനകത്തൂടെ. അപ്പോൾ അപ്പൂസ് ആദ്യം തന്നെ ഓടി അങ്ങ് സ്റ്റെയർ ഇറങ്ങിപ്പോയി കേട്ടോ. അങ്ങോട്ടിറങ്ങാൻ നല്ല സുഖമാണല്ലോ. പിന്നെ അതിനിടയ്ക്ക് തന്നെ നമുക്ക് നിന്ന് കാണാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരം, ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മൾ നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ്. ഓരോ സ്റ്റെപ്പും നമുക്കിങ്ങനെ ഇറങ്ങി ചെല്ലുന്നിടത്ത് ഇരിക്കാനുള്ള സംവിധാനം ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂട്ട്നെസ്സാണ്. നമുക്ക് അവിടെ ഒരുപാട് നേരം നമുക്ക് ഇരിക്കാനായിട്ട് തോന്നും. വൈകുന്നേരങ്ങളിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല കിളികളുടെ ശബ്ദവും അതുപോലെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഒച്ചയും ഒക്കെ. ഇപ്പോൾ വേനലായിട്ട് തന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും വെള്ളം, അല്ലെങ്കിൽ ഇത്രയൊന്നും ഇല്ല എന്നൊക്കെ ആണ് അവിടെ പറയുന്നത് കേട്ടതാണ്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, നല്ല അടിപൊളിയാണ്. നമുക്ക് കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തെ കഴിഞ്ഞ് ഈ ഒരു ചെറിയ ഇതാണ് കാണാൻ കൂടുതൽ ഭംഗി തോന്നുന്നു കേട്ടോ. അതണക്ക് തന്നെ അതിനകത്ത് കുറേ മീനുകളൊക്കെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുട്ടികൾ ഭയങ്കരമായിട്ട് ഒരു 4 പേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അടിച്ച് പൊളിച്ച് അവിടെ ഓടി നടക്കുമായിരുന്നു. നമുക്കിവിടെ നിന്ന് അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറേ ദൂരമുണ്ട് കേട്ടോ. കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം തിരിച്ച് നമ്മൾ ഈ സ്റ്റെപ്പ് മുഴുവൻ കയറിയിട്ട് തുടങ്ങുമ്പോൾ അപ്പോൾ അതിനുള്ളിൽ ഇതിനകത്ത് കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടീസ് എല്ലാം അവിടെ നിന്നു, മീനിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കുറേ ചെറിയ ചെറിയ മീനുകളായിരുന്നു കേട്ടോ. ഒത്തിരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ മാക്സിമം ഫോൺ സൂം ചെയ്തൊക്കെ നോക്കി. അപ്പോൾ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതൊന്നും അല്ലായിരുന്നു, ചെറിയ മീനുകളായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നേരിട്ട് കണ്ട് നിൽക്കാനായിട്ട് ഇത്ര നേരം നമ്മൾ നിന്നാലും മടുപ്പ് തോന്നില്ല. അതുപോലെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമുക്കത് വീണ്ടും താഴേക്ക് ഇറങ്ങി പോകണം. അതായത് നമുക്ക് ഈ ആ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടുത്ത് വരെ ചെല്ലാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഭയങ്കര മനോഹരമായിട്ട് കുഞ്ഞു കുഞ്ഞു പാറക്കല്ലുകളൊക്കെ, ഇതാരും ഇങ്ങനെ പിറക്കി വെച്ചത് എൻ്റെ അതിശയം. കാരണം അത്ര രസമായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ പിള്ളേരുമായിട്ടൊക്കെ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും, നമുക്ക് വലിയവർക്ക് തന്നെ നല്ലതായിട്ട് ഇഷ്ടമാവും. കുറച്ച് നേരം പോയിരിക്കാനും അത് കണക്കൊന്ന് കറങ്ങി ചുറ്റി വരാനൊക്കെ പറ്റിയ അടിപൊളി. അതിനിടയ്ക്ക് അവിടെ ഒരു കിളിയെ കണ്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു. കിളിയെല്ലാം നമ്മുടെ ഈ ചാരമുണ്ടി പോലത്തെ കൊക്കിൻ്റെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതായിരുന്നു. അതിൻ്റെ 2 പച്ച കാലുണ്ടെന്നുള്ളതായിരുന്നു കേട്ടോ പ്രത്യേകത. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി ഏകദേശം ആ ഒരു ചെറിയ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ കുറേ പേരൊക്കെ